ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ദുഃഖമൊടുക്കുന്ന തമ്പുരാനേ കൃഷ്ണ, തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നേൻ. ദുഃഖമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ദുഃഖമെടുത്തതു ജന്മമൂലം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 5. താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിതചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനഃ ക്രമവർദ്ധിതേന നിന്യേ കഠോരതപസാ കില പഞ്ചമാസാൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. താതേ വിഷണ്ണഹൃദയേ, വിഷണ്ണ ണ്ണന്ന് ഡബിളായിട്ടുണ്ട്, അപ്പം അതൊന്ന് ഊന്നി പറയാനുള്ളതാണ്. വിഷണ്ണഹൃദയേ നഗരീം, നഗരീം രീം എന്ന് നീട്ടിയിട്ട് മുറുക്കം. ഗതേന, ഗതേന താന്നാണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഗതേന നമ്മൾ മുന്നേയും ഈ വാക്ക് പഠിച്ചു. ഗതേന പ്രാപിച്ച എന്നാണ് അർത്ഥം വരുന്നത്. ഗതേന ശ്രീനാരദേന, ശ്രീനാരദേന ദന്ന് ദയലത്തെ ദന്നാണ്. പരിസാന്വിത ചിത്തവൃത്തവും അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. പരിസാന്വിത ചിത്തവൃത്തവും. സാന്വിത ദ്വി നവാള ചിഹ്നം വള്ളി അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ചിത്തവൃത്തവും ബാല ത്വത് അർപ്പിതമനാ, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ നീട്ടിയിട്ട് വിസർഗം പറയണം. അത് ചേർത്തിട്ടാണ് ബാലസ്ത്വതർപ്പിതമനാ ക്രമവർദ്ധിതേന, ക്രമവർദ്ധിതേന ഋദ്ധി എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ള അക്ഷരമാണ്. നിന്യേ നീട്ടിയിട്ട് കഠോര തപസ, കഠോര ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കഠോര തപസ കില പഞ്ചമാസാൻ, പഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. പഞ്ചമാസാൻ അങ്ങനെ നിർത്താം. താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിതചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനഃ ക്രമവർദ്ധിതേന നിന്യേ കഠോരതപസാ കില പഞ്ചമാസാൻ. അടുത്തത് 6ാമത്തെ ശ്ലോകം. താവത് തപോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപചിത്രസനിലീനമതേ പുരസ്താദാവിർബഭൂവിഥ വിഭോ ഗരുഡാധിരൂഢ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. താവത് തപോബലനിരുച്ഛ്വസിതേ, അത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. താവത് തപോബല, ഈ താന്ന് ഡബിളായിട്ട് വരും ചേർത്ത് ചൊല്ലുമ്പോൾ. താവത് തപോബല നിരുച്ഛ്വ, ച്ഛ്വ എന്നുള്ളത് കുറച്ച് ഉറപ്പിച്ച് പറയണം. അച്ഛ എന്നുള്ളതിൻ്റെ ഛ എന്നാണ്. ച്ഛ്വ നവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ദിഗന്ധേ, ദി എന്നുള്ളതിൻ്റെ ദ, ദയ എന്നുള്ളതിൻ്റെ ദ എന്നാണ്. ദിഗന്ധേ ദേവാർത്ഥി, ഋദ്ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ദേവാർത്ഥിതസ്ത്വം ഉദയത് കരുണാർദ്രചേതാ, അത് ചേർത്ത് ചൊല്ലുമ്പോൾ
ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാ. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ചേതാന്ന് നീട്ടിയിട്ട് വിസർഗത്തോടു കൂടെ നിർത്തണം. ദേവാർത്ഥി എന്നുള്ളതിൻ്റെ ദന്ന് ദയേലത്തെ ദന്നാണ്. ഋത്തി എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഉദയത് എന്നുള്ളതിൻ്റെ ദന്നും ദയയുടെ ദന്നാണ്. കരുണാർദ്ര ചേതാ അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം നീട്ടിയിട്ട്. ത്വദ്രൂപ ചിദ്രസ നിലീനമതേ ചേർത്തിട്ട് ത്വദ്രൂപ ചിദ്രസ നിലീനമതേ. ത്വത് രൂപ ചിത് രസ, അതാണ് ചിദ്ര എന്ന് പറയുന്നത്. ചിത് രസ ത്വദ്രൂപ. ത്വദ്രൂപ ചിദ്രസ നിലീനമതേ. നിലീനമതേ അവിടെ വിസർഗമുണ്ട്. പുരസ്താദാവിർബഭൂവിധ അവിടെ ചെറിയ വരട്ടിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ അടുത്ത വാക്കും ചേർത്തിട്ട് ചൊല്ലാനുള്ളതാണ്. പുരസ്താദാവിർബഭൂവിധ വിഭോ. ബഭൂ എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഥ എന്നുള്ളതും കഥ എന്നൊക്കെ ഉള്ളതിൻ്റെ ഥ എന്നാണ്, നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വിഭോ ഉറപ്പിച്ച് പറയാനുള്ളതാണ് ഭാന്ന്. ഗരുഡാധിരൂഢ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ഗരുഡാധി ഡ എന്നുള്ളത് ട ഠ ഡ എന്നാണ്. ഡ അത് ഉറപ്പിക്കേണ്ട. ഗരുഡാധി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിക്കണം. രൂഢ ഠ അത് നന്നായിട്ട് ഉറപ്പിക്കാനുള്ളതാണ്. ഠ എന്ന്. ട ഠ ഡ ഠ നാലാമത്തെ ഠ എന്നാണ്, അത് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ആദ്യത്തെ ഡ എന്നുള്ളത് ഉറപ്പിക്കേണ്ട. ഗരുഡ എന്നുള്ളതിൻ്റെ ഗരുഡാധിരൂഢ അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. താവത്തപോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാ. ത്വദ്രൂപചിദ്രസനിലീനമതേ പുരസ്താദാവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.